ഇൻഡിഗോ വിമാന പ്രതിസന്ധി യാത്രക്കാർക്കുണ്ടാക്കിയ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിരക്കണക്കിന് സർവീസുകളാണ് മുടങ്ങിയത്. അതുകൊണ്ട് എയർപോർട്ടുകളിൽ യാത്രക്കാരുടെ പ്രതിഷേധം, അവർക്ക് പലയിടങ്ങളിലേക്കുമുള്ള അവരുടെ യാത്ര മുടങ്ങുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധി തന്നെയാണ്. വ്യോമയാന മന്ത്രാലയ വൃത്തങ്ങളുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതായത് ആ പ്രതിസന്ധിയിൽ DGCA ഉത്തരവ് പൂർണ്ണമായി മരവിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയവുമായി ബന്ധപ്പെട്ട ഇൻഡിഗോയ്ക്ക് ഭാഗികമായ ഇളവുകൾ മാത്രമാണ് നൽകുക. ഇന്നു മുതൽ പരമാവധി മുടക്കമില്ലാതെ സർവീസ് നടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇൻഡിഗോ അറിയിക്കുന്നത്. ശരി, PR അരവിന്ദ് അതിന്റെ വിശദാംശങ്ങൾ നൽകും. അരവിന്ദ്, ഈ പ്രതിസന്ധിക്ക് യഥാർത്ഥ കാരണം എന്താണ് എന്ന് ഇൻഡിഗോ മാനേജ്മെന്റ് പറയുന്നുണ്ടോ? ഇപ്പോൾ വേഗത്തിൽ മുടങ്ങിയ സർവീസുകളൊക്കെ പുനരാരംഭിക്കാൻ എന്തെല്ലാം നടപടികൾ നടക്കുന്നുണ്ട്? സൈഫുദ്ദീൻ, പ്രതിസന്ധി പൂർണ്ണമായിട്ടും ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല. ഡിസംബർ 15 തന്നെ പൂർണ്ണസ്ഥിതിയിലേക്ക് എത്താൻ സാധിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഡിഗോ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ആ പുതിയ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതിന് പിന്നാലെ ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവമാണ് ഇത്തരമൊരു നടപടികളിലേക്ക് പോയെന്നതാണ് ഒരു പ്രാഥമിക വിലയിരുത്തൽ ഉള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം ചില ഇളവുകളൊക്കെ ഇൻഡിഗോയ്ക്ക് നൽകിയിട്ടുണ്ട്. കാരണം പൈലറ്റുമാരുടെ രാത്രി ഡ്യൂട്ടിയും അതുപോലെ തന്നെ രാത്രി എത്ര ലാൻഡിംഗ് നടത്തണമെന്ന കാര്യത്തിലാണ് ഇളവുകൾ അനുവദിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 10 വരെ ഈ ഇളവുകൾ തുടരുമെന്ന് DGCA വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഭാഗികമായ ഒരു ഇളവ് മാത്രമാണ്. കാരണം ഇൻഡിഗോയ്ക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഇളവ് നൽകിയിരിക്കുന്നത്. മറ്റ് വിമാന കമ്പനികൾ കാരണം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം പാലിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചത് കൊണ്ട് തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും മറ്റ് വിമാന സർവീസുകൾക്ക് നേരിട്ടില്ല. പക്ഷേ ഇൻഡിഗോയുടെയാണ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഇപ്പോഴും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വിമാനത്താവളത്തിൽ യാത്രക്കാർ നേരിടുകയാണ്. കാരണം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ രാത്രി 12 മുതൽ ഇപ്പോൾ 6 മണിവരെയുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. 19 വിമാന സർവീസുകളാണ് ഇതുവരെ റദ്ദാക്കിയിരിക്കുന്നത്. മറ്റ് വിമാനത്താവളങ്ങളിലും സമാനമായ രീതിയിൽ ഇൻഡിഗോയുടെ സർവീസുകൾ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ആ പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തുവാൻ അല്ലെങ്കിൽ പഴയ സ്ഥിതിയിലേക്ക് എത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്ന് തന്നെ ഇൻഡിഗോ വ്യക്തമാക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ആരംഭം കുറിച്ചിട്ടുണ്ട്. അത് ഡൽഹി വിമാനത്താവളത്തിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം പൂർണ്ണമായും എല്ലാ സർവീസുകളും ഉടൻ തന്നെ പുനരാരംഭിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം പൈലറ്റുമാരോടെല്ലാം ചില അഭ്യർത്ഥനകൾ DGCA നടത്തിയിരുന്നു. എല്ലാവരും പൂർണ്ണമായും സഹകരിക്കണമെന്നതാണ് DGCA ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൃത്യമായ ഒരു അന്വേഷണം ഇതിലുണ്ടാകുമെന്നും DGCA വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനുവേണ്ടി ഒരു ഉന്നതതല സമിതിയും DGCA രൂപീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിസന്ധി ഒഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ അന്വേഷണം നടത്തുക. ഇൻഡിഗോയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും DGCA വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ റെയിൽവേ കൂടി കൂടുതൽ സജ്ജീകരണത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ 37 ട്രെയിനുകളിലായി 116 അധിക കോച്ചുകൾ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. കൂടുതൽ ട്രെയിൻ സർവീസുകൾ ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടി നടത്തുമെന്നതാണ് റെയിൽവേ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ വിമാനത്താവളത്തിലടക്കം വലിയ രീതിയിലുള്ള തിരക്കുകൾ തുടരുകയാണ്. കാരണം ഇന്നലെയും ഇന്നുമായി ഏകദേശം 1000-ലധികം വിമാന സർവീസുകളാണ് രാജ്യവ്യാപകമായി റദ്ദാക്കിയത്. എന്തായാലും ഇന്നും നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വിമാനങ്ങളുടെ തൽസ്ഥിതി പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല. അതുകൊണ്ട് വിമാന കമ്പനി ഇൻഡിഗോ യാത്രക്കാരോട് പ്രത്യേകം പറയുന്നുണ്ട്, വിമാനങ്ങളുടെ പുതിയ സമയക്രമം അത് നോക്കി വേണം വിമാനത്താവളത്തിലെത്താൻ.